കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷ് പണിസ്ഥലത്ത് ആഹാരം കഴിക്കാനിരിക്കായിരിക്കും. ആ സമയത്തായിരിക്കും അവിനാശിന്റെ പെങ്ങളായ ചാന്ദിനി അങ്ങോട്ടേക്ക് പൊതിച്ചോറുമായി വരുന്നത്. ആഹാരം കഴിക്കുന്ന നേരം നോക്കി ചാന്ദിനി താൻ ഉണ്ടാക്കി കൊണ്ടുവന്ന കുറച്ച് ചോറും കറികളൊക്കെ സുഭാഷ് ഏട്ടനെ വിളമ്പിക്കൊടുത്തു. സുഭാഷ് കൊണ്ടുവന്ന ആഹാരം കഴിച്ചിട്ട് ചാന്ദിനി പറയുന്നുണ്ട്, സംഗതി സൂപ്പറായിട്ടുണ്ടെന്ന്. കൊള്ളാമെന്നൊക്കെ പറയും. സുഭാഷിന് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അറിയാവുന്ന ഹിന്ദി വെച്ചിട്ട് ചാന്ദിനിയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവിനാഷിനോട് പറയുന്നുണ്ട്, എടാ കുറച്ച് ദിവസം കൂടെ ചാന്ദിനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഹിന്ദി പഠിച്ചെടുക്കുമെന്ന്. ചാന്ദിനിയോട് ഹിന്ദിയിൽ സംസാരിക്കുമെങ്കിലും അവിനാഷിനോട് സുഭാഷ് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അവിനാഷ് കുറേ വർഷങ്ങളായി കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന് മലയാളം നന്നായിട്ടറിയാം. പക്ഷേ ചാന്ദിനി മലയാളം അത്ര വശമില്ല. അതുപോലെ തന്നെ സുഭാഷ് ആണെങ്കിൽ ഹിന്ദി വലിയ വശമെങ്കിലും അവർ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ തന്നെ സുഭാഷ് കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചെടുത്തു. അതുപോലെ തന്നെ ചാന്ദിനി കുറച്ച് മലയാള വാക്കുകളൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ ഇരുന്നിങ്ങനെ ആഹാരം കഴിക്കുകയാണ്. ഇതേ സമയത്ത് വീട്ടിൽ നികേഷിന് നല്ല പനിയായിരുന്നു. പനി വല്ലാതെ കൂടിയപ്പോൾ നിധിക്ക് ആകെപ്പാട് ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിധി അവിടെ വല്ല മരുന്നോ ഗുളികയോ ഉണ്ടോ എന്നൊക്കെ തിരഞ്ഞു നോക്കി. പക്ഷേ ഒരു ഗുളിക പോലും അവിടെ കണ്ടില്ല. പിന്നീട് നിധി ഭാസ്കരൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛാ, ഞാനൊന്ന് കട വരെ പോയിട്ട് വരാമെന്ന് നിധി പറഞ്ഞപ്പോഴേക്കും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കാര്യം, എന്തു പറ്റിയെന്നൊക്കെ. അത് പിന്നെ അവനൊരു ഗുളിക വാങ്ങാനായിരുന്നു എന്ന് നിധി മറുപടി നൽകി. എന്തു പറ്റിയെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ നികേഷിന് നല്ല പനിയുണ്ട്, അവന് വേണ്ടിയിട്ടാണെന്ന് പറയാണ് നിധി. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ശരി, പക്ഷേ പനി വന്ന ഉടനെ തന്നെ ഇങ്ങനെ ഗുളിക കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പനിയൊക്കെ ഒന്ന് വന്നു പോവേണ്ടത് തന്നെയാണ്. ഒരു ചെറിയ പനി വരുമ്പോഴേക്കും ഗുളിക കഴിച്ച് ശീലിച്ച അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഉപദേശിച്ചു. പിന്നീട് നിധി പറഞ്ഞു, ഞാൻ ഗുളികയുടെ പേരെഴുതി തരാം, അത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന്. പിന്നെ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടിയും കൂടി വാങ്ങിക്കണം, ഇവിടെ തീർന്നു എന്ന് പറഞ്ഞു. ശരിയെന്ന് പൈസ കൊടുക്കാൻ നോക്കിയപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പൈസയൊന്നും വേണ്ട മോളെ എന്ന്. അല്ല, പൈസ ഇല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇനി കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അത് അക്കൗണ്ടിൽ ഇട്ട് വെച്ചോ എന്നും പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്നും പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാപ്പിപ്പൊടിയും ഗുളികയുമായിട്ട് ഭാസ്കരൻ അങ്ങോട്ടേക്ക് തിരിച്ചെത്തി. നിധിയുടെ കയ്യിൽ അത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ദേ എപ്പോഴും ഇങ്ങനെ മരുന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് സാരമില്ലാച്ചാ, പനി വരുമ്പോൾ മരുന്ന് കൊടുത്തില്ലെങ്കിൽ പനി കൂടുമെന്ന് പേടിച്ചിട്ടാണ്. ഉടനെ ഭാസ്കരൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പറയുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നും കൂടാനൊന്നും പോകുന്നില്ല, അവൻ്റെ അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു. ആഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിൽ 5 ദിവസം അവൾക്ക് പനിയായിരിക്കും. പക്ഷേ അതൊക്കെ തനി അങ്ങ് വന്നു പോവും. ഞാൻ വലിയ മരുന്നൊന്നും കൊടുക്കാറില്ല. അതുപോലെ തന്നെയായിരിക്കും ഇവനും. ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പത്തിൽ അവനിങ്ങനെ പനിയൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഭാസ്കരനെ നോക്കി ചോദിച്ചു, അല്ലച്ചാ, നികേഷിൻ്റെ അമ്മയെ അച്ഛൻ എവിടുന്നാ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന്. ചോദ്യം കേട്ട ഭാസ്കരൻ നിധിയൊന്ന് സൂക്ഷിച്ചു നോക്കി. അതൊക്കെ ഇപ്പം എന്തിനാ മോളെ നീ അറിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല, എനിക്കറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചു പോയതാണെന്ന് പറയും നിധി. ഇപ്പോൾ അവർ എവിടെയുണ്ടെന്നറിയാമോ എന്ന് നിധി വീണ്ടും ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാൻ പറ്റുമെന്നായിരുന്നു ഭാസ്കരൻ്റെ മറുപടി. അല്ല, അവരെങ്ങോട്ടേക്കാണ് പോയതെന്ന് പോലും അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതും എനിക്കറിയില്ല എന്ന് ഭാസ്കരൻ അങ്ങ് തീർത്തും പറഞ്ഞു. ദേ അച്ഛൻ വെറുതെ കള്ളം പറയണ്ട, അച്ഛൻ എന്നോട് ഈ ഒരു കാര്യം മറച്ചു വെക്കുന്നതല്ലേ എന്ന് നിധി ചോദിച്ചപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഓ ഇപ്പോൾ അതറിഞ്ഞിട്ട് എന്താവാനാണ്, തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന്. എന്നാലും ആ കഥ കേൾക്കാൻ താല്പര്യമുണ്ടെന്നും പറയാണ്. നികേഷിൻ്റെ അമ്മയെ എവിടുന്നാ കൂട്ടിക്കൊണ്ടുവന്നത്? ഓ, നിനക്ക് കഥ കേൾക്കാൻ ഭയങ്കര താല്പര്യമാണല്ലോ, തൽക്കാലം ആ കഥയൊന്നും നീ കേൾക്കണ്ട എന്ന് ഭാസ്കരൻ പറഞ്ഞു. എന്നാലും ആ കഥയൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്, നികേഷിൻ്റെ അമ്മയെ എവിടുന്നാ കൊണ്ടുവന്നതെന്ന്. ഓ, നിനക്ക് കഥ കേൾക്കാൻ ഭയങ്കര താല്പര്യമാണല്ലോ, തൽക്കാലം ആ കഥയൊന്നും കേൾക്കണ്ട എന്ന് ഭാസ്കരൻ പറഞ്ഞു. നിധി വിചാരിച്ചു, സാരമില്ല, ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ചോളാമെന്ന് പറഞ്ഞ് മരുന്നായി നികേഷിൻ്റെ അടുത്തേക്ക് പോയി. അവന് ഗുളിക കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, അപ്പോഴേക്കും കുറഞ്ഞോളും. ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പി ഇട്ട് തരാം, അത് കുടിച്ചാൽ പനി വേഗം മാറുമെന്ന് പറഞ്ഞു. നികേഷ് ചോദിക്കുന്നുണ്ട്, വേണ്ട ചേച്ചി, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന്. എന്ത് ബുദ്ധിമുട്ട്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാണ് നിധി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നീതു അങ്ങോട്ടേക്ക് വരുന്നത്. നീതു വന്നപ്പോൾ നിധി പറയുന്നുണ്ട്, നീതു കയറി വാ എന്ന്. അല്ല, എന്നെ മനസ്സിലായോ എന്ന് നീതു ചോദിച്ചപ്പോൾ, പിന്നെന്താ, എനിക്കറിയാം, ഇതിനു മുൻപ് വന്നപ്പോൾ ഞാൻ കണ്ടതാണല്ലോ എന്ന് നിധി മറുപടി നൽകി. നീതുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നിധി പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് കാപ്പി എടുത്തുകൊണ്ട് വരാമെന്ന്. അങ്ങനെയും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. നികേഷിൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ നീതു ചോദിച്ചു, എന്താ നികേഷേ, നിനക്ക് എന്തെങ്കിലും വയ്യാകിയുണ്ടോ എന്ന്. പനിയാണ് എന്നവൻ പറഞ്ഞു. എന്നിട്ട് ഗുളികയൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിധി ചേച്ചി വാങ്ങിച്ചു തന്ന ഗുളിക കഴിച്ചു എന്നും ഇപ്പോൾ കുറച്ചൊക്കെ കുറവുണ്ട് എന്നും അവൻ
അവൻ പറഞ്ഞു. ഇപ്പോഴത്തെ പനിയൊക്കെ വല്ലാതെയാണ്, സൂക്ഷിക്കണമെന്ന് നീതു പറഞ്ഞു. അപ്പോഴേക്കും നിധി കോഫിയുമായി വന്ന് രണ്ടുപേർക്കും കൊടുത്തു. എന്നിട്ട് നിധി ചോദിച്ചു, എന്താ നീതു ഈ വഴിയൊക്കെ, ഹരീഷേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന്. നികേഷും പറഞ്ഞു, അല്ല വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ, അതുകൊണ്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ നീതു പറയുന്നുണ്ട്, അതല്ലേ ഉള്ളൂ, പ്രശ്നമല്ലാതെ മറ്റെന്താ ഉള്ളത്. ഞാനും ഹരീഷേട്ടനും കൂടി ഒരു തരത്തിലും ചേരില്ല. ഹരീഷിനോട് സംസാരിക്കാൻ പോയാൽ നമുക്കങ്ങ് ഭ്രാന്ത് പിടിക്കും. ഒരാഴ്ച നല്ല രീതിയിൽ സംസാരിച്ചാൽ അടുത്ത ആഴ്ച എല്ലാം കുളമാക്കും. കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോഴേക്കും ഭ്രാന്ത് പിടിച്ചു. പാതിരാത്രി സമയത്ത് എന്തിനാ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചു എന്നൊക്കെ നീതു പരാതി പറയാണ്. അന്നേരം നികേഷ് ചോദിച്ചു, എന്താ വിളിച്ചത് എന്ന്. നിധി അപ്പോൾ പറഞ്ഞു, അതേ നീതു, ഹരീഷേട്ടന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അല്ല, ഹരീഷ് നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് നികേഷ് ചോദിച്ചു. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നീതു പറഞ്ഞു. അപ്പോഴേക്കും നിധി ഇടപെട്ടു. എന്താന്ന് വെച്ചാൽ സുധീഷിന് അപകട കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുധീഷിനെ അന്വേഷിച്ച് പോയതായിരുന്നു അവർ. നികേഷ് ചോദിച്ചു, അതിപ്പോൾ പറയണോ എന്ന്. നിധി പറഞ്ഞു, പറയാതെ പിന്നെ അവൾ കാര്യങ്ങളൊക്കെ അറിയേണ്ടതില്ലേ, എനിക്കൊന്നും അറിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് നീതു നിർബന്ധിച്ചു. ഒടുവിൽ നിധി തൻ്റെ വീട്ടുകാർ ചെയ്ത ക്രൂരതയെപ്പറ്റിയും ചതിയെക്കുറിച്ചും സുധീഷിനെ തേടി സുഭാഷും ഹരീഷും എല്ലാവരും കൂടി പോയതിനെക്കുറിച്ചും പാതിരാത്രിക്ക് ശേഷമാണ് അവനെ കണ്ടെത്തിയതെന്ന കാര്യമെല്ലാം തന്നെ നിധി വിവരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അവനെ ഞാൻ വിളിക്കുമ്പോൾ എന്നോട് ഇതൊന്നും പറഞ്ഞാൽ പോരായിരുന്നോ എന്ന്. നികേഷ് ചോദിച്ചു, ആ രാത്രി നീ നീതുവിനെ വിളിച്ചോണ്ടിരിക്കുമായിരുന്നു അല്ലേ? അതെ, വെറുതെ അല്ല ഹരീഷേട്ടൻ വന്ന് ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് എന്ന് നികേഷ് പറഞ്ഞു. എന്ത്, ഫോൺ എറിഞ്ഞു പൊട്ടിച്ചോ? അതെ, അവന് ദേഷ്യം വന്നപ്പോൾ നീ ഇങ്ങനെ തുടരെ വിളിച്ചാൽ പിന്നെ ആർക്കായാലും ദേഷ്യം വരും. അന്ന് വിളിച്ചപ്പോൾ വേറെ ആരോ ആണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. നീതു പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കില്ലായിരുന്നു. എന്നോട് ഉള്ളത് തുറന്നു പറയണ്ടേ എന്ന് പറഞ്ഞു. നികേഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കഷ്ടായി, ഞാൻ ഇതൊന്നും അറിയാതെയാണല്ലോ ഹരീഷേട്ടനെ കുറ്റപ്പെടുത്തിയത് നീതു പറഞ്ഞു. നിധി പറയുന്നുണ്ട്, സാരമില്ല, നീ കോഫി കുടിക്കുക എന്ന് പറഞ്ഞ് കോഫി എടുത്തു കൊടുത്തപ്പോൾ നീതു പറയുന്നുണ്ട്, ഉള്ളത് പറയാലോ, ഇതിൽ മധുരം കുറവാണ്. അതുമാത്രമല്ല കടുപ്പം ഒരല്പം കൂടിപ്പോയി. ഇത്രയും കടുപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സമയമില്ല, ഇനി വരുമ്പോൾ ഞാൻ തന്നെ കോഫി ഇടാൻ പഠിപ്പിച്ചു തരാൻ കേട്ടോ എന്ന് പറയും. അത് കേട്ടപ്പോൾ നികേഷിന് നല്ല ദേഷ്യം വന്നു. സ്വന്തം ഏട്ടത്തിയമ്മയെ കുറ്റം പറഞ്ഞാൽ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുമോ? നീതു അവിടെ നിന്നും ഇറങ്ങിയപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, നല്ല കോഫിയൊക്കെ കേട്ടോ നിധിയേട്ടത്തി. അവൾ വെറുതെ പറയുന്നതാ, വെറുതെ അല്ല ഹരീഷേട്ടൻ അവളെ ചീത്ത പറയുന്നത്. അവളുടെ ആ അഹങ്കാര വർത്താനം കണ്ടോ എന്ന് പറയും. നിധി പറയുന്നുണ്ട്, സാരമില്ലടാ പോട്ടെ, അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് കരുതിയാൽ മതി, അതൊന്നും കാര്യമാക്കേണ്ട എന്ന് പറയും. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ സുഭാഷ് പണി കഴിഞ്ഞ് വന്നു. കൂടെ ഹരീഷും ഉണ്ടായിരുന്നു. സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ടടാ, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പനി കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നല്ല ഭേദമുണ്ട്. നിധിയേട്ടത്തി മെഡിസിൻ വാങ്ങിച്ചു തന്നു. പിന്നെ കൃത്യസമയത്ത് വെള്ളവും ഭക്ഷണവും എല്ലാം കൊണ്ടു. അതുകൊണ്ട് തന്നെ വേഗം മാറി എന്ന് പറയാണ് നികേഷ്. സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പണിസ്ഥലത്ത് നിൽക്കുമ്പോഴും നിന്റെ കാര്യം ഓർത്തുകൊണ്ടായിരുന്നു ടെൻഷൻ. ഈ സമയത്തിന് നിധിയുടെ ഫോണ് ബെല്ലടിച്ചു. നിത്യയാണ്. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിധി നേരെ മുറിയിലേക്ക് പോയി. നിധി പോയപ്പോൾ ഹരീഷിനോട് നികേഷ് പറയുന്നുണ്ട്, എൻ്റെ ഹരീഷേട്ടാ, നിധിയേട്ടത്തിയുടെ ഗുണം സമ്മതിച്ചു കൊടുക്കണം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിധിയേട്ടത്തിയുടെ വില എന്താണെന്ന് മനസ്സിലാവുന്നത്. എത്ര കാര്യമായിട്ടാണ് എന്നെ നോക്കിയതെന്നറിയാമോ? എനിക്കൊരു പനി വന്നപ്പോഴേക്കും എത്ര കഷ്ടപ്പെട്ടു. സുഭാഷ് പറയുന്നുണ്ട്, എന്നാലും നിധി നോക്കിയല്ലോടാ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. രാവിലെ എന്നോട് പണിക്ക് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു അവൾ നിന്നെ നന്നായിട്ട് നോക്കുമെന്ന്. അതിനൊരു ഭാഗ്യം വേണം. ഇന്ന് ശരിക്കും ഞാൻ നിധിയേട്ടത്തിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു എന്നൊക്കെ നികേഷ് പറയാണ്. അന്നേരം നിധി അങ്ങോട്ടേക്ക് വന്നു. നിധി വന്ന് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്ത് പ്രശ്നം? അല്ല, നീ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അല്ല, അത് പിന്നെ നിധി പറയുന്നുണ്ട്, മനസ്സിലായി, അവളുമായിട്ട് നീ വീണ്ടും വഴക്കുണ്ടാക്കിയല്ലേ എന്ന്. അത് പിന്നെ നിധിയേട്ടത്തി എത്രയാന്ന് വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ തലയിലേക്ക് കയറ്റുന്നത്. മനുഷ്യൻ ഓരോ അവസ്ഥയിൽ പെട്ടിരിക്കുന്ന സമയത്ത് ഫോൺ വെക്കാൻ പറഞ്ഞാൽ അവൾ വെക്കണ്ടേ? അവൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ആർക്കായാലും ദേഷ്യം വരും. നിധി പറഞ്ഞു, നീതുവിനെ മാത്രം നീ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളോട് നീ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നു. ഇതുപോലൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ്, എന്നെ ഇപ്പോൾ വിളിക്കരുത്, അത്യാവശ്യം തിരക്കിലാണെന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ലായിരുന്നോ? അതിനു പകരം നീ ദേഷ്യപ്പെട്ട അവൾ എങ്ങനെയാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്? ഇപ്പോൾ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് നിധി പറഞ്ഞു. നികേഷ് പറയുന്നുണ്ട്, കൊള്ളാമല്ലോ, പെണ്ണുങ്ങളെല്ലാം ഒറ്റക്കെട്ടാണല്ലോ എന്ന്. ഇത് ഒറ്റക്കെട്ടല്ല, ഉള്ള കാര്യം പറഞ്ഞാൽ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് പറയണം. ഇതൊന്നും പറയാതിരുന്ന അവരെങ്ങനെയാ ഇതൊക്കെ അറിയുന്നത് എന്ന് നിധി ചോദിച്ചു. ഒടുവിൽ ഹരീഷ് പറയുന്നുണ്ട്, ശരിയാണ്, അത് ഞാൻ പറയേണ്ടതായിരുന്നു എന്ന്. അപ്പോഴേക്കും ഹരീഷിൻ്റെ ഫോണ് ബെല്ലടിച്ചു. നോക്കിയപ്പോൾ സുധീഷാണ് വിളിക്കുന്നത്. ഹരീഷ് ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി. എന്താടാ, എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഞാൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് സുധീഷ് പറഞ്ഞു. എന്ത് ലേറ്റ് ആവുമെന്നോ? അതെന്താ? അത് എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞു.
നീ എന്താ സുഭാഷ് ഏട്ടനെ വിളിച്ച് പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറയാണ് സുധീഷ്. ശരി ആയിക്കോട്ടെ, ഓട്ടമുള്ളത് കൊണ്ട് പോകുന്നതാണല്ലോ അല്ലേ എന്ന് ഹരീഷ് വീണ്ടും ചോദിച്ചു. പിന്നെ ഞാൻ എന്തിനാടാ കള്ളം പറയുന്നത്, ഉള്ളത് തന്നെയല്ലേ അവൻ പറഞ്ഞു. ശരിയെന്ന് ഹരീഷ് പറയണേ. പിന്നെ സുധീഷ് പറഞ്ഞു, അതെ കഥ കടച്ച് കുറ്റിയിട്ട് വെച്ചേക്കരുത്, രാത്രി വന്ന് എനിക്ക് കഥക് ഇങ്ങനെ തല്ലിപ്പൊളിക്കാനൊന്നും പറ്റില്ല. അതൊന്നുമില്ലടാ, ഞാൻ കഥക് തുറന്നിട്ടോളാം, നീ വന്നാൽ മതിയെന്ന് ഹരീഷ് പറഞ്ഞു. അങ്ങനെ രാത്രിയായപ്പോൾ സുഭാഷ് വൈകുന്നേരത്തേക്കുള്ള ജോലികളൊക്കെ നോക്കുകയാണ്. അത്താഴത്തിനുള്ള വട്ടം കൂടിയിരിക്കാൻ വന്നിട്ട് നിധി വന്ന് പറഞ്ഞു, ഞാനും കൂടെ സഹായിക്കാമെന്ന്. വേണ്ട, അതൊന്നും വേണ്ട മോളെ, നീ പോയിട്ട് അവിടെ ഇരുന്നോളൂ എന്ന് സുഭാഷ് പറഞ്ഞു. സാരമില്ല സുഭാഷ് ഏട്ടാ, ഞാനും കൂടെ കൂടാമെന്ന് നിധി പറഞ്ഞു. അതെ നികേഷേ, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയണം അവൻ. വേണ്ടാന്ന് പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും ഇത്തിരി കഴിക്കണം, ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിക്കാതെ കിടന്നാൽ ശരീരം അങ്ങ് വിയർത്തു പോകുമെന്ന് നിധി പറഞ്ഞു. പനി പിടിച്ചിരിക്കുമ്പോൾ ആഹാരം കഴിക്കാതിരുന്ന പിറ്റേ ദിവസം എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല എന്ന് സുഭാഷും പറഞ്ഞു. സുഭാഷ് പറഞ്ഞിട്ട് അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ ദോശ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. നിധി വേണ്ട, നിധിയേട്ടത്തി തന്നെ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് നിധി പോയിട്ട് നികേഷിന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയത്തിന് നിധി ആലോചിക്കുകയാണ്, അയ്യോ ഇത്ര നേരമായിട്ട് സുധീഷ് വന്നില്ലല്ലോ എന്ന്. ഈ സമയം എന്തുകൊണ്ടാണ് സുധീഷ് വരാൻ വൈകുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ നിധിയുടെ നെഞ്ചിനകത്ത് ഒരു പിടപിടപ്പുണ്ടായിരുന്നു. പഴയതുപോലെ വീണ്ടും സുധീഷിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്ന സങ്കടമായിരിക്കും നിധിക്ക്. നിധിയുടെ ടെൻഷൻ കാണുന്ന സമയത്തിന് സുഭാഷ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും ഹരീഷ് പറയുന്നത്, സുധീഷ് എന്നെ വിളിച്ചിരുന്നുവെന്നും ഒരു ലോങ് ഡ്രൈവ് പോവാനുണ്ട് എന്നും കുറച്ച് വൈകിട്ടേ വരുള്ളൂ, കഥ കിടക്കാതെ കിടന്നോളാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പാവം നിധി സുധീഷിനോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണല്ലോ, അതുകൊണ്ട് സുധീഷ് വരാതെ നിധിക്ക് ഒട്ടുന്നതിന് ഉറക്കം വരുന്നില്ല. അന്ന് രാത്രി ഒരുപാടധികം വൈകിട്ടായിരിക്കും സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. ആ സമയത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്ന നിധിയെ കാണുന്ന സമയത്തിന് സുധീഷ് ആകെ ഞെട്ടിപ്പോവാണ്. തനിക്ക് വേണ്ടിയിട്ട് നിധി ഇത്രമാത്രം കാത്തിരുന്നല്ലോ എന്ന കാര്യം സുധീഷിന് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. സത്യം പറഞ്ഞാൽ നിധിയുടെ മനസ്സിൽ സുധീഷിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടവും സ്നേഹവും പ്രേമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.